എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എന്നിലൂടെ അങ്ങയുടെ വചനങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളുടെയും പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ആകുലതകൾ എല്ലാം അവിടുന്ന് നീക്കി അവർക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം 13-ാം അധ്യായമാണ്. എന്തൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും തയ്യാറല്ലേ? 1. കുഷ്ഠരോഗ നിർണയത്തിനായി പുരോഹിതന്മാർക്കുള്ള നിർദ്ദേശങ്ങൾ. 2. ശരീരം മുഴുവൻ പടരുന്ന കുഷ്ഠം. 3. ചർമ്മത്തിലെ ഒരു പരുവിൻ്റെ പരിശോധന. 4. മുടിയുടെ നടുവിലെ അല്ലെങ്കിൽ തലയിലോ താടിയിലോ ഒരു വടു ഉണ്ടായാലുള്ള പരിശോധന. 5. ത്വക്കിൽ വെളുത്ത പുള്ളി ഉണ്ടായാലുള്ള പരിശോധന. 6. തലമുടി കൊഴിഞ്ഞവനുള്ള പരിശോധന. 7. വടുവുള്ള കുഷ്ഠരോഗി എന്ത് ചെയ്യണം? 8. അവസാനമായി നമ്മൾ കാണുന്നത് തുണിത്തരങ്ങൾ, തുകൽ മുതലായവയിലെ കുഷ്ഠരോഗ പരിശോധന. ഇനി നമുക്ക് അധ്യായത്തിലേക്ക് ഒന്ന് വചനങ്ങൾ നോക്കാം. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങളുടെ ചുരുക്കം ഇങ്ങനെയാണ്. ഈ അധ്യായം നിങ്ങൾ തന്നെ ഒന്ന് വായിക്കുമല്ലോ. കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള നിയമങ്ങളാണ് നമ്മൾ കാണുന്നത്. ത്വക്കിലെ രോഗങ്ങൾ പരിശോധിക്കാൻ ദൈവം പുരോഹിതന്മാർക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് നമ്മൾ കാണുന്നത്. ത്വക്കിൽ പാടുകൾ എന്നിവ കണ്ടാൽ അത് കുഷ്ഠരോഗം ആണോ എന്ന് നോക്കേണ്ടത് പുരോഹിതൻ്റെ കടമയാണ്. പുരോഹിതൻ രോഗിയെ 7 ദിവസം ഒറ്റപ്പെടുത്തി സൂക്ഷിക്കണം. പിന്നീട് പരിശോധന നടത്തണം. രോഗം പടരുന്നുണ്ടോ, മാറിയോ എന്ന് കണ്ട് രോഗം സ്ഥിരീകരിക്കുക. രോഗം തുടർന്ന് ഉണ്ടെങ്കിൽ രോഗിയെ അശുദ്ധനെന്ന് പ്രഖ്യാപിക്കുക. എന്നാൽ രോഗം മാറിയതായും വെറും പാടായി മാറിയതായും കണ്ടാൽ അവനെ ശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കണം. 13-14 വചനത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. കുഷ്ഠം അവൻ്റെ ദേഹത്തെ മുഴുവനും മൂടിയിരുന്നാൽ അവൻ വടുവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. ആ സകലം വെള്ളയായി തീർന്ന് അവൻ ശുദ്ധിയുള്ളവനാകുന്നു. എന്നാൽ പച്ച മാംസം അവനിൽ കണ്ടാൽ അവൻ അശുദ്ധനാണ്. 16 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ പച്ച മാംസം മാറി വെള്ളയായി തീർന്നാൽ അവൻ പുരോഹിതൻ്റെ അടുക്കൽ വരണം. പുരോഹിതൻ അവനെ നോക്കണം. വടു വെള്ളയായി തീർന്നു എങ്കിൽ പുരോഹിതൻ വടിവുള്ളവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അവൻ ശുദ്ധിയുള്ളവൻ തന്നെ. ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. കുഷ്ഠരോഗത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും സൂക്ഷിച്ചിരിപ്പാനും ലേവ്യരായ പുരോഹിതന്മാർ നിങ്ങൾക്ക് ഉപദേശിച്ച് തരുന്നത് പോലെ ഒക്കെയും ചെയ്യുവാനും ജാഗ്രതയായിരിക്കണം. ഞാൻ അവരോട് കൽപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിന്റെ ദൈവമായ യഹോവ വഴിയിൽ വെച്ച് മിറിയമിനോട് ചെയ്തത് ഓർത്തുകൊള്ളുക. ആവർത്തന പുസ്തകം 24-8 മുതൽ 9 വരെയാണ് ഞാൻ വായിച്ചത്. വീണ്ടും ജനങ്ങളോട് ആചരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്ന കുഷ്ഠരോഗ നിയമം. ഒന്നാമതായി, കുഷ്ഠരോഗത്തെ ചർമ്മത്തിലും തലയിലും താടിയിലും കഷണ്ടിയുള്ള തലയിലും പ്രത്യക്ഷപ്പെടുമ്പോൾ കുഷ്ഠരോഗിയെ മറ്റ് സമൂഹത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. കാരാഗൃഹത്തിലായിരിക്കുന്ന യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ വിട്ട് കർത്താവിനോട് ചോദിക്കുന്നത് ശ്രദ്ധിക്കുക. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രനോട് സുവിശേഷം അറിയിക്കുന്നു. വിശുദ്ധ മത്തായി 11-3 മുതൽ 4 വരെയാണ് ഞാൻ വായിച്ചത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, വിശുദ്ധ വചനം കേൾക്കുന്ന ഏതൊരു മനുഷ്യനും ശുദ്ധിയുള്ളവനായി തീരുന്നു എന്ന് കർത്താവ് നമ്മോട് പറയുന്നു. അതായത് നമ്മളെ ശുദ്ധി ചെയ്യുന്ന വെള്ളമാണ് ദൈവവചനം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ പൗലോസ്ലീഹ എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, അവളെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. എഫേസ്യർ 5:26 ഞാൻ വായിച്ചത്. ദൈവവചനത്താലാണ് നമ്മൾ ഓരോരുത്തരും ശുദ്ധി ചെയ്യപ്പെടുന്നത്. വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധാപൂർവം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി ആത്മീയവും മാനസികവുമായി ശുദ്ധിയുള്ളവനായിത്തീരുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. വിശുദ്ധ യോഹന്നാൻ 15:3. ഇന്നും പലർക്കും ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വലിയ സങ്കടം എനിക്കുണ്ട്. ലേവ്യ പുസ്തകം 13-18 മുതൽ 46 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ശരീരത്തിലെ വിവിധ പുണ്ണുകൾ, മുറിവുകൾ, പാടുകൾ, തലമുടി അല്ലെങ്കിൽ താടിയിൽ വരുന്ന പുണ്ണുകൾ, മുഴുവൻ ശരീരത്തിലും വരുന്ന രോഗങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. ചുരുക്കി നമുക്കതിനെ ഇങ്ങനെ പറയാം. വ്രണങ്ങളുടെയും പുണ്ണുകളുടെയും പരിശോധനയാണ് 18 മുതൽ 23 വചനങ്ങളിൽ കാണുന്നത്. ത്വക്കിൽ പരുവുണ്ടായിരുന്നിട്ട് സൗഖ്യമായ ശേഷം പരുവിൻ്റെ സ്ഥലത്ത് വെളുത്ത തിണർപ്പോ ചുവപ്പോടു കൂടിയ വെളുത്ത പുള്ളിയോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം. അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം വെളുത്തതുമായി കണ്ടാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അത് പരുവിൽ നിന്നുണ്ടായ കുഷ്ഠം. പുരോഹിതൻ അത് നോക്കി അതിൽ വെളുത്ത രോമം ഇല്ലാതെയും അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും നിറം മങ്ങിയും കണ്ടാൽ പുരോഹിതൻ അവനെ 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം.
വെളുത്ത പുള്ളി പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിന്ന് എങ്കിൽ അത് പരുവിൻ്റെ വടു അത്രേ. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. 24 മുതൽ 28 വരെ നമ്മൾ കാണുന്നത്, ദേഹത്തിൻ്റെ ത്വക്കിൽ തീപ്പൊള്ളലുണ്ടായി പൊള്ളലിൻ്റെ വടു ചുവപ്പോടു കൂടി വെളുത്ത് തന്നെയോ ഇരിക്കുന്ന പുള്ളി ആയി തീർന്നാൽ പുരോഹിതൻ അത് പരിശോധിക്കണം. പുള്ളിയിലെ രോമം വെള്ളയായി തീർന്ന് ത്വക്കിനേക്കാൾ കുഴിഞ്ഞു കണ്ടാൽ ഇത് പൊള്ളൽ കാരണമുണ്ടായ കുഷ്ഠം. പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അത് കുഷ്ഠലക്ഷണം തന്നെ. 7-ാം ദിവസം പുരോഹിതൻ അവനെ നോക്കണം. അത് ത്വക്കിന്മേൽ പരന്നിരുന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അത് കുഷ്ഠം തന്നെ. പുള്ളി ത്വക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിൻ്റെ തിണർപ്പാകുന്നു. പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിളിക്കണം. 29 മുതൽ 37 വരെ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, ഒരു പുരുഷന് എങ്കിലും ഒരു സ്ത്രീക്ക് എങ്കിലും തലയിലോ താടിയിലോ ഒരു വടു ഉണ്ടായാൽ പുരോഹിതൻ വടു നോക്കണം. അത് ത്വക്കിനേക്കാൾ കുഴിഞ്ഞും അതിൽ പൊൻനിറമായ നേർമയുള്ള രോമമുള്ളതായും കണ്ടാൽ പുരോഹിതൻ അവനെ അശുദ്ധനെന്ന് വിധിക്കണം. അത് പുറ്റാകുന്നു. തലയിലോ താടിയിലോ ഉള്ള കുഷ്ഠം തന്നെ. പുരോഹിതൻ പുറ്റുവടുവുള്ളവനെ 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം. 7-ാം ദിവസം പുരോഹിതൻ പുറ്റു നോക്കണം. പുറ്റു ത്വക്കിന്മേൽ പരക്കാതെയും കാഴ്ചയ്ക്ക് ത്വക്കിനേക്കാൾ കുഴിഞ്ഞിരിക്കാതെയും ഇരുന്നാൽ പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. അവൻ വസ്ത്രം അലക്കി ശുദ്ധിയുള്ളവനായിരിക്കണം. മുഴുവൻ ശരീരത്തിലും വെളുത്ത പാടുകൾ കണ്ടാൽ 38 മുതൽ 44 വരെയുള്ള വചനങ്ങളിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒരു പുരുഷനോ സ്ത്രീക്കോ ദേഹത്തിൻ്റെ ത്വക്കിൽ വെളുത്ത പുള്ളി ഉണ്ടായാൽ പുരോഹിതൻ നോക്കണം. ദേഹത്തിൻ്റെ ത്വക്കിൽ മങ്ങിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അത് ത്വക്കിലുണ്ടാകുന്ന ചുണുങ്ങ്. അവൻ ശുദ്ധിയുള്ളവൻ. തലമുടി കൊഴിഞ്ഞവനോ കഷണ്ടിക്കാരനത്രേ, അവൻ ശുദ്ധിയുള്ളവനാണ്. തലയിൽ മുൻവശത്തെ രോമം കൊഴിഞ്ഞവൻ കഷണ്ടിക്കാരൻ, അവൻ ശുദ്ധിയുള്ളവൻ. മുൻകഷണ്ടിയിലോ ചുവപ്പോട് കൂടിയ വെള്ളപ്പുള്ളി ഉണ്ടായാൽ അത് അവൻ്റെ പിൻകഷണ്ടിയിലെ അല്ലെങ്കിൽ മുൻകഷണ്ടിയിൽ ഉത്ഭവിക്കുന്ന കുഷ്ഠമാകുന്നു. പുരോഹിതൻ അത് നോക്കണം. അവൻ്റെ പിൻകഷണ്ടിയിലോ മുൻകഷണ്ടിയിലോ ത്വക്കിൽ കുഷ്ഠത്തിൻ്റെ കാഴ്ച പോലെ വടുവിൻ്റെ തിണർപ്പ് ചുവപ്പോടുകൂടി വെളുത്തതായിരുന്നാൽ അവൻ കുഷ്ഠരോഗിയാണ്. അവൻ അശുദ്ധൻ തന്നെ. പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് തീർത്ത് വിധിക്കണം. അവന് തലയിൽ കുഷ്ഠരോഗമുണ്ട്. എല്ലായിടത്തും വെളുത്ത പാടുകൾ വന്നാൽ അത് ചിലപ്പോൾ അപകടകരമല്ലാത്തതായിരിക്കാം. പക്ഷേ മാംസത്തിൽ കറുപ്പ് പാടുകളോ മുറിവുകളോ ഉണ്ടെങ്കിൽ അത് അശുദ്ധിയാകുന്നു. 45 മുതൽ 46 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അശുദ്ധനായി വിധിക്കപ്പെട്ടവൻ തൻ്റെ വസ്ത്രം കീറണം, തലമുടി അലങ്കാരമില്ലാതെ വിടണം, അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയണം, മറ്റുള്ളവരിൽ നിന്ന് വേർപിരിഞ്ഞ് പാർക്കണം. രോഗം നിലനിൽക്കുന്ന കാലം മുഴുവൻ അവൻ അശുദ്ധനായിരിക്കും. അവസാനമായി നമ്മൾ പഠിക്കുന്നത് തുണിത്തരങ്ങളുടെയും തുകലിൻ്റെയും കുഷ്ഠരോഗ പരിശോധനയാണ്. വസ്ത്രങ്ങളിലെ കുഷ്ഠരോഗം ആട്ടുരോമ വസ്ത്രമോ ചണവസ്ത്രമോ ആയ ഏത് വസ്ത്രത്തിലെങ്കിലും, ചണം കൊണ്ടോ ആട്ടുരോമം കൊണ്ടോ ഉള്ള പാവിൽ എങ്കിലും, ഊടയിലെങ്കിലും, തോലിലെങ്കിലും, തോൽ കൊണ്ടുണ്ടാക്കിയ യാതൊരു സാധനത്തിലെങ്കിലും കുഷ്ഠത്തിൻ്റെ വടുവായി വസ്ത്രത്തിൽ ഏതെങ്കിലും തോലിലെങ്കിലും പാവിലെങ്കിലും ഊടയിലെങ്കിലും തോൽ കൊണ്ടുള്ള യാതൊരു സാധനത്തിലും വടു ഇളം പച്ചയോ ഇളം ചുവപ്പോ ആയിരുന്നാൽ അത് കുഷ്ഠത്തിൻ്റെ ലക്ഷണമാകുന്നു. അത് പുരോഹിതനെ കാണിക്കണം. പുരോഹിതൻ വടു നോക്കി വടുവുള്ളതിനെ 7 ദിവസത്തേക്ക് അകത്തിട്ട് അടയ്ക്കണം. അവൻ 7-ാം ദിവസം വടുവിനെ നോക്കണം. വസ്ത്രത്തിലോ പാവിലോ ഊടയിലോ തോലിലോ തോൽ കൊണ്ടുണ്ടാക്കിയ യാതൊരു പണിയിലോ വടു പരന്നിരുന്നാൽ ആ വടു കഠിന കുഷ്ഠം, അത് അശുദ്ധമാകുന്നു. വടുവുള്ള സാധനം ആട്ടിൻ രോമം കൊണ്ടോ ചണം കൊണ്ടോ ഉള്ള വസ്ത്രമോ പാവോ ഊടയോ തോൽ കൊണ്ടുള്ള എന്തെങ്കിലുമോ ആയിരുന്നാലും അത് ചുട്ടുകളയണം. അത് കഠിന കുഷ്ഠം, അത് തീയിലിട്ട് ചുട്ടുകളയണം. കഴുകിയ ശേഷം വടുവിൻ്റെ നിറം മങ്ങിയെങ്കിൽ അവൻ അതിനെ വസ്ത്രത്തിലോ തോലിൽ നിന്നോ പാവിൽ നിന്നോ ഊടയിൽ നിന്നോ കീറിക്കളയണം. എന്നാൽ വസ്ത്രമോ പാവോ ഊടയോ തോൽ കൊണ്ടുള്ള യാതൊരു സാധനമോ കഴുകിയ ശേഷം വടു അവയിൽ നിന്ന് നീങ്ങിപ്പോയി എങ്കിൽ അതിനെ 2-ാം പ്രാവശ്യവും കഴുകണം. അപ്പോൾ അത് ശുദ്ധമാകും. ആട്ടുരോമമോ ചണമോ കൊണ്ടുള്ള വസ്ത്രത്തിലെങ്കിലും പാവിലെങ്കിലും ഊടയിലെങ്കിലും തോൽ കൊണ്ടുള്ള യാതൊന്നിലെങ്കിലും ഉള്ള കുഷ്ഠത്തിന് വടുവിനെക്കുറിച്ച് അത് ശുദ്ധമെന്നോ അശുദ്ധമെന്നോ വിധിപ്പാനുള്ള പ്രമാണം ഇത് തന്നെ. ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിനെ ശുദ്ധമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വസ്ത്രങ്ങളിലെ അശുദ്ധതയും ദൈവം അനുവദിക്കുന്നില്ല. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് ആത്മീയവും ഭൗതികവുമായ ശുദ്ധി പ്രധാനമാണ്. കുഷ്ഠം പാപത്തിൻ്റെ പ്രതീകമാണ്. അത് പടരുന്ന സ്വഭാവമുള്ളതും മനുഷ്യനെ നശിപ്പിക്കുന്നതുമാണ്. അശുദ്ധത അനുവദിക്കരുത് എന്ന് ദൈവം ഇസ്രായേൽ ജനത്തോടും നമ്മോടും പറയുന്നു. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ് പരിശോധിച്ച് പാപത്തെ അകറ്റണം.
കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ ലോക മനുഷ്യർക്ക് പാപത്തെ അകറ്റി പാപരഹിതനായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. ഇന്ന് പല മനുഷ്യരുടെയും ഹൃദയം കുഷ്ഠം കൊണ്ട് നിറഞ്ഞതാണ്. അവരിൽ ക്രിസ്തുവില്ല എന്നതാണ് അതിന് കാരണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശുക്രിസ്തു നമ്മെ ഏവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി.